മെസോസോയിക് ഇര 252 മില്യൺ വർഷങ്ങൾ തൊട്ട് 66 മില്യൺ വർഷങ്ങൾ വരെ ഈ ഒരു കാലഘട്ടത്തിൽ ഭൂമി റൂൾ ചെയ്തിരുന്ന ഒരു സ്പീഷ്യസാണ് ഡൈനോസേഴ്സ്. ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ച ഇവർ എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇതിനെപ്പറ്റി നിരവധി തിയറികൾ ആദ്യമുണ്ടായിരുന്നു. എന്നാൽ 1990-കളിൽ ശാസ്ത്രജ്ഞർ മെക്സിക്കോയിലെ യുക്കട്ടൻ എന്ന സ്ഥലത്ത് ഒരു വലിയ ക്രേറ്റർ കണ്ടെത്തി. 27 കിലോമീറ്റർ ആഴവും 150 കിലോമീറ്റർ വീതിയുമായിരുന്നു ഈ ക്രേറ്ററിൻ്റെ വലുപ്പം. ക്രേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വസ്തുക്കൾ അഥവാ ആസ്ട്രോയിഡ്സുകൾ ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ കുഴി. ഇത് നമുക്ക് ധാരാളമായി മൂണിൽ കാണാൻ സാധിക്കും. അപ്പോൾ മെക്സിക്കോയിലെ ഈ ക്രേറ്റർ പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി ഇതുണ്ടായത് ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ച അതേ കാലഘട്ടം. ഏകദേശം 9 കിലോമീറ്റർ ആയിരുന്നു ആ ആസ്ട്രോയിഡിൻ്റെ വലുപ്പം. സാധാരണ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തേക്കാൾ 10,000 മടങ്ങ് ശക്തി ഉണ്ടായിരുന്നു ആ ആഘാതത്തിന്. വളരെ വേഗത്തിൽ വന്ന് ഭൂമിയിൽ ഇടിച്ചതുകൊണ്ട് തന്നെ അത് വീണ സ്ഥലത്ത് നിന്നും ഏകദേശം 10,000 കിലോമീറ്റർ ദൂരെയുള്ള മണ്ണും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചുപോയി. ഈ കാരണം കൊണ്ട് തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മുഴുവൻ വളരെയധികം പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇത് കാരണം ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരാതായി. അതുപോലെ ഈ പൊടിപടലങ്ങളോടൊപ്പം വളരെയധികം സൾഫറും അന്തരീക്ഷത്തിലേക്ക് എത്തി. ഇത് കാരണം ആസിഡ് മഴ ഭൂമിയിൽ പെയ്യാൻ തുടങ്ങി. ഇതുകൂടാതെ ഈ ഉൽക്ക വീണതിൻ്റെ ആഘാതത്തിൽ ഭൂമികുലുക്കങ്ങളും അത് കാരണം നിരവധി സുനാമികളും ഉണ്ടായി. ഏകദേശം 4,000 കിലോമീറ്റർ ദൂരം സുനാമി തിരമാലകൾ കരയിലേക്കെത്തി. അതുപോലെ ഉൽക്ക പതിച്ചപ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ബഹിരാകാശത്തിലേക്ക് പോവുകയും അത് പിന്നീട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വീഴുകയും ചെയ്തു. ഇതുകാരണം പിന്നെയും ധാരാളം ഭൂമികുലുക്കങ്ങളും മറ്റ് നിരവധി പ്രശ്നങ്ങളും ഉണ്ടായി. സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ സാധിക്കാതെ വരികയും മൊത്തം ആഹാര ശൃംഖലയെ തന്നെ അത് ബാധിച്ചു. എല്ലാം കൊണ്ട് അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളിൽ ഏകദേശം 75% കൂടുതൽ ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു. അങ്ങനെ ഇത്രയും കോടി വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനോസേഴ്സ് എന്ന സ്പീഷീസ് ഭൂമിയിൽ നിന്നും മാഞ്ഞുപോയി.